ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോണ്ട് തന്നെ 2025 വ്ലോഗ് തുടങ്ങാം കേട്ടോ. ന്യൂ ഇയറിന് ഇപ്പം ഇത്രയുള്ള സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. കേക്ക് കട്ട് ചെയ്യുക, സോങ് പ്ലേ ചെയ്ത് ഡാൻസ് കളിക്കുക, പിന്നെ അല്ലറ ചില്ലറ കുരുത്തക്കേടുകളും അതെന്താന്ന് വഴിയെ കാണാം കേട്ടോ. ആഘോഷങ്ങളിൽ എനിക്ക് പ്രിയം ഏട്ടൻ്റെ വീട് തന്നെയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം വേറെ ന്യൂ ഇയർ പിന്നെ ആഘോഷിക്കണ്ടേ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ. അച്ഛനാട്ടോ ഇവിടുത്തെ മാസ്, അത് നിങ്ങൾക്ക് ഡാൻസ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ കളിച്ചും ചോദിച്ചും ഡാൻസ് ആടിയും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നോക്കിയപ്പോൾ 11:55. ഈ കേക്ക് അളിയനെ സോപ്പിട്ട് മേടിച്ച കേക്കാട്ടോ. ആള് ഞങ്ങളെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുക. സത്യം പറഞ്ഞ ഈ കേക്കിന്റെ ഒക്കെ ഒരു ബലമേ. എന്റെ മോനൊക്കെ അടങ്ങി നിൽക്കാത്തൊരു സാധനം, ഏത് സമയത്തും പെടച്ച് കളിക്കണേ കണ്ട. പേഷ്യന്റ് നല്ല അറ്റൻഷൻ ആയിട്ടല്ല നിൽക്കുന്നത്. എന്റെ ചോട്ടാപ്പിക്കും കാര്യം പിടികിട്ടിട്ടുണ്ട്. വയറ്റിലേക്ക് പോകാനുള്ള എന്തോ ആണ് ആന്റി പൊട്ടിക്കണമെന്ന്. എന്താന്ന് കാണാനായിട്ട് അവനെ അക്ഷമനായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിക്കേണ്ടത്. അതാണ് കേക്കിന്റെ തൊട്ടപ്പുറത്തുള്ള ബോട്ടിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇത് പതിവാണേ. ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ബിയർ വിട്ടൊരു കളിയില്ല. ദേവോടിനെ പോലെ സൂത്രം കാണിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, കേക്ക് എങ്ങനെ എറിഞ്ഞ് കട്ട് ചെയ്യുക. ഭാഗ്യം കേക്കിന് കൊണ്ടില്ല. മിഠായും കൂടെ പുറത്ത് കാണിയപ്പോ ചെക്കനൊന്നും ഇരിക്കുക പോറതില്ല. ചെക്കന് മാത്രമല്ല ഞങ്ങൾക്കും. അച്ഛന്റെ കഴിച്ചാൽ ബിയർ കുപ്പി പൊട്ടുവന്നാ, അതങ്ങോട്ട് മാറ്റിച്ചപ്പോ അച്ഛന് സമാധാനായി. അടുത്ത സെക്കൻഡിൽ വരാനിരിക്കുന്നത് വൻ യുദ്ധമാണ് ഗൈസ്. നിങ്ങൾക്കിപ്പോ നോക്കിയാൽ തന്നെ കാണാം. ഒരാൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കത്തി പിടിച്ച് കേക്ക് കട്ട് ചെയ്യണം. അതിന് വലിയവന്മാരെ സമ്മതിക്കണില്ലേ. അവര് കത്തി പിടിച്ചെങ്കിൽ അവരുടെ സ്റ്റൈല് കട്ട് ചെയ്യാൻ പോവാ. അതുകൊണ്ട് അപ്പൂപ്പ സമ്മതിക്കുന്നു. അപ്പൂപ്പ പറഞ്ഞ കുഞ്ഞാളല്ലേ, അവരെന്നെ കട്ട് ചെയ്യട്ടെ. എന്താണ് അവൻ സമ്മതിച്ചത്? കേക്ക് കിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണോ എന്താന്നറിയില്ല. വലിയവന്മാരത് സമ്മതിച്ചിട്ടോ. അപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. കേക്ക് ഒരു 8 മണിയായപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പൊ കിടക്കണത് ഫ്രിഡ്ജില്. അതുകൊണ്ട് തന്നെ നല്ല തണവായിരുന്നു. അപ്പൊ പിന്നെ കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ സമയമായിട്ടോ. നമ്മുടെ കുട്ടപ്പൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത അറിയോ, വലിയ കാര്യത്തിൽ മേടിക്കാൻ പറയും. മേടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാലോ വേണ്ട, കുറച്ച് മതി. അയ്യ വയറുവേദന എടുക്കുന്നു. ഇതാട്ടോ അവരുടെ സ്ഥിരം, അതായത് ഞാനും കൂടെ ഉൾപ്പെടും കേട്ടോ. ഞങ്ങളുടെ സ്ഥിരം ഡയലോഗാണിത്. അച്ഛൻ പറഞ്ഞ ആവശ്യമുണ്ടെ കുടിച്ചോ, ഇല്ലേ വേണ്ട, ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം. അപ്പൊ പിന്നെ പിള്ളേരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇത് കണ്ടപ്പോ അവരും പറഞ്ഞ അവർക്കും വേണമെന്ന്. എന്റെ മോനെ കണ്ടോ, എനിക്ക് അവന്റെ മുന്നിൽ കുടിക്കാനായിട്ടൊരു ചമ്മല്. ഞാൻ പറഞ്ഞ അമ്മ കഴിച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ദേവോടിന്റെ നോട്ടം നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ? ആവും ചോദിക്കണ്ടാവും ഈ പാതിരാത്രി അമ്മമ്മ കട്ടൻ ചായ കുടിക്കുകയാണെന്ന്. അവനാണെങ്കിൽ കട്ടൻ ചായയുടെ ഫാനാണ്. പിന്നെ ആളുടെ മുൻപിൽ മിഠായും കേക്കൊക്കെ അല്ലേ, അതൊക്കെ കണ്ട് മനം മയങ്ങി ആളവിടെ തന്നെ നിന്നു. അപ്പൊ ഇതൊക്കെയായിട്ട് ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ലൈക്ക്, ഷെയർ, കമന്റ് പ്ലീസ്.
എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.